ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അവനെ സമീപിച്ചിട്ട് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നു. ഗുരു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവന് ആരാണ്? ഒരു വലിയ ചോദ്യമായിരുന്നു. സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ടത് ആയതുകൊണ്ടാണ് അതിനെ നമുക്കിന്ന് വലിയ ചോദ്യം എന്ന് പറയാൻ പറ്റുക. ചോദിച്ചത് അവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിരുന്നു. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണ്? സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണെന്ന് അവരെന്തുകൊണ്ടായിരിക്കാം ആരായാനായിട്ട് അവർ പരിശ്രമിച്ചു തുടങ്ങിയത്. അതിൻ്റെ പിന്നിലെ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നമോ സ്വർഗ ജീവിതത്തെക്കുറിച്ചുള്ള ആ ആഗ്രഹമോ അതുമായി ബന്ധപ്പെട്ട വിചാരങ്ങളോ വ്യാകുലതകളോ ഒന്നും ആണെന്ന് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും വലിയവന് അല്ലെങ്കിൽ വലിയവരാരൊക്കെയാണെന്നുള്ള അന്വേഷണത്തിൻ്റെ പിന്നിൽ ഈ ഭൂമി രാജ്യത്തിലെ വലിയവൻ ആരാണെന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ സാധ്യതയാണ് അവർ അന്വേഷിച്ചത്. ഭൂമിയിലെ വലിയവൻ ആരാണ്? സത്യം പറഞ്ഞാൽ സ്വർഗത്തിലെയും ഭൂമിയിലെയും വലിയവൻ നീയാണ്. യേശുവിനോട് അവർക്കത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. സ്വർഗത്തിലെയും ഭൂമിയിലെയും വലിയവൻ നീയാണ്. ആ സ്വർഗത്തിലെയും ഭൂമിയിലെയും വലിയവനായ നിന്നോട് കൂട്ടുചേർന്ന് നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെയും ഭൂമിയിലെയും വലിയവനാണ്. അപ്പോൾ ഭൂമിയിലെ വലിയവരാരാണെന്നുള്ളതാണ് അറിയാനുള്ള ആഗ്രഹം എക്കാലത്തും എല്ലാവരുടെയും. അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അതെന്തായിരുന്നു? അങ്ങനെ വലിയവനായി നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾ വലിയവരാകുമ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ഞങ്ങളിൽ ആരാണ് വലിയവർ? യേശുതമ്പുരാന്റെ പരസ്യ ജീവിതകാലം നമുക്ക് സുവിശേഷങ്ങളിലൂടെ വായിച്ചെടുക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അത് ഏകദേശം ഒരു പൂർത്തീകരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ യേശുതമ്പുരാൻ കൂടുതലായിട്ട് തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച്, തനിക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിപ്പാനിരിക്കുന്ന കഠിനമായ വ്യഥകളെക്കുറിച്ച്, പീഡനത്തിൻ്റെ ആ കാലത്തെക്കുറിച്ചും ഒക്കെ അവരെ പഠിപ്പിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും അതിലൂടെ അവരെ ബലപ്പെടുത്തുവാനും പ്രകാശിപ്പിക്കുവാനും വീണുപോകാതിരിക്കാനായിട്ട് ജാഗ്രതയോടുകൂടി പ്രാർത്ഥനയിലായിരിക്കാനൊക്കെ ആയിട്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ വളരെ രസകരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 46-ലേക്കൊക്കെ വരുമ്പോൾ ഈ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ആ കഠിനമായ പീഡാനുഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പുകൾ ഇങ്ങനെ കൊടുത്ത് യേശു പോരുമ്പോഴും തൻ്റെ തൊട്ട് പിന്നാലെ വരുന്ന ഈ ചെറു സംഘത്തിനകത്ത് എന്തോ ചില തർക്കങ്ങൾ രൂപപ്പെടുന്നുണ്ട്, മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട്, എന്തോ കാര്യത്തെക്കുറിച്ച് അവർ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നുണ്ട്. യേശു പിന്നീട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു നിങ്ങൾക്കിടയിലെ തർക്കം? തങ്ങളുടെ ഗുരുവിൻ്റെ ആ കഠിനമായ വേർപാടിനെക്കുറിച്ച് ആ ഗുരു തന്നെ അവരെ വ്യഥയോടുകൂടി ഓർമ്മപ്പെടുത്തുമ്പോഴും അവരെ അതൊന്നും വലിയ തോതിൽ ബാധിക്കുന്നില്ല. അതൊന്നും അവരെ ഒരു വിധത്തിലും തൊടുന്നതേയില്ല, ഉലയ്ക്കുന്നില്ല. മറിച്ച് അവർക്കിടയിൽ അപ്പോഴും എന്തോ ചില കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്തതിനാൽ തർക്കം രൂപപ്പെടുന്നുണ്ട്. അതെന്തായിരുന്നുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 46 വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളിൽ ആരാണ് വലിയവനെന്നവർ തർക്കിച്ചു കൊണ്ടിരുന്നു. ഓർക്കണം, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണെന്ന് യേശുതമ്പുരാനോട് ചോദിക്കുന്ന ആ വേദഭാഗം ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലാണ്. യേശു അവിടെ ഒരു ശിശുവിനെ അവരുടെ മുമ്പിലേക്ക് വിളിച്ചു നിർത്തി, ഈ ശിശുവിനെ പോലെ ആകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുക, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശി ആയി മാറുക, അർഹനായി മാറുക. തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള വലിയ തർക്കത്തിൽ അവർ ഏർപ്പെടുകയാണ്. ആ ഒരു തർക്കം എനിക്ക് തോന്നുന്നു ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും ബാധിക്കുന്നുണ്ട്. ആരാണ് തങ്ങളിൽ വലിയവന്? അതുകൊണ്ട് തന്നെയാണ് ഗിരിപ്രഭാഷണത്തിനകത്ത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 21
നിങ്ങളുടെ ഹൃദയം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ എവിടെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുക. എവിടെയാണോ നിക്ഷേപം അവിടെയായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയമെന്ന് യേശു വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഭൂമിയിൽ എവിടെയാണ്, എന്തിനെയാണ് നിക്ഷേപമെന്ന് കരുതുകയും സമ്പാദിച്ച് സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി കാവലിരിക്കുകയും ചെയ്യുക. അവിടെയാണ് നമ്മുടെ ഹൃദയം, അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ ഭൂമിയിലെ നിക്ഷേപങ്ങളെ കരുതുവാനും അതിനു മീതെ ഒരു യജമാനന്മാരായിട്ട് വാഴുവാനും വസിക്കുവാനുമായിട്ട് ഏതൊരാളുടെയും ഉള്ളിൽ ചില പ്രചോദനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ശമരിയ നാട്ടിലേക്ക് യേശു ശിഷ്യന്മാരും കൂടെ പ്രവേശിച്ചപ്പോൾ ഒരു വലിയ സ്വീകരണമൊന്നും ആ പ്രദേശത്തുള്ള ആളുകൾ അവനോ അതോ അവർക്കോ നൽകിയില്ല എന്ന് ഒരു ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ശിഷ്യരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ശിഷ്യർ പ്രതികരിച്ചത്, ഗുരു, നിന്നെ വേണ്ട വിധത്തിൽ സ്വീകരിക്കാതെ പോയ ഈ ഗ്രാമത്തെ പണ്ട് ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി എങ്ങനെ നശിപ്പിച്ചു കളഞ്ഞോ, അപ്രകാരം നീയും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ ഗ്രാമത്തെ നിവാസികളെ നശിപ്പിച്ചു കളയണം. യേശുവിനെ വേണ്ടതുപോലെ കൈക്കൊണ്ടില്ല, സ്വീകരിച്ചില്ല എന്നതിനെ മാത്രമായിരുന്നില്ല ഈ ശിഷ്യരെ ബാധിച്ചത്. യേശുവിന് കിട്ടേണ്ട ആദരവും ബഹുമാനത്തിൻ്റെയൊക്കെ നല്ലൊരു പങ്ക് അവനോടൊപ്പമായിരിക്കുന്ന, അവനോടൊത്തു വസിക്കുന്ന തങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടണമെന്ന് അവർക്ക് വല്ലാത്തൊരു വാശിയോ ആഗ്രഹമോ ദുരാഗ്രഹമോ അതിമോഹമോ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെ കുറെ കൂടി കാര്യഗൗരവത്തോടെ എന്തുകൊണ്ട് ഈ ഗ്രാമം സ്വീകരിച്ചില്ല? അതുകൊണ്ടാണ് ഈ ഗ്രാമത്തെ പഴയ നിയമകാലത്ത് ഏലിയാവ് ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ അഗ്നിയെ കൂട്ടുപിടിച്ച് പ്രകടിപ്പിച്ചോ പ്രദർശിപ്പിച്ചോ ആ മാതിരി തന്നെ ഗ്രാമത്തെ നശിപ്പിക്കണമെന്ന് ആ ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടാനുള്ള കാര്യം. യേശുവിൻ്റെ എക്കാലത്തെ മറുപടി ഒരു പൈതലിനെ മുമ്പിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ പോലെ നിർമ്മലരും നിഷ്കളങ്കരുമായിട്ട് മാറണമെന്ന് ഓർമ്മപ്പെടുത്തി. ഓരോ മനുഷ്യൻ്റെയും ക്രിസ്തു ജീവിത വഴികളിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ഒരു നിർമ്മലതയും നിഷ്കളങ്കതയൊക്കെ. അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് നമ്മൾ തെറ്റായിട്ട് ധരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുകയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏതൊരു കാലത്തും പ്രായത്തിലും നമുക്ക് സ്വായത്തമാക്കുകയും നിലനിർത്തുകയും ചെയ്യാവുന്ന ഏറ്റവും സവിശേഷതയുള്ളൊരു ഗുണവും കൂടി അത് ഒരു നിഷ്കളങ്കതയിലും നിർമ്മലതയിലുമൊക്കെ ആയിരിക്കുക. ഒരു സൂഫി കഥയുണ്ട്. ഒരു വലിയ ഗുരു തൻ്റെ വിശ്രമവേളകളിൽ ആശ്രമത്തിൻ്റെ പരിസരത്ത് വരുന്ന കുഞ്ഞുങ്ങളുമായി ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചേ ബാത്ത കളിക്കുമായിരുന്നു. കുറച്ചു നേരമൊക്കെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ഒളിച്ചിരിക്കുകയും മറ്റ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഈ ഗുരു പ്രായാധികമുള്ള ഈ മനുഷ്യനും ആ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞിനെ കണ്ടെത്താൻ ശ്രമിക്കുകയും കണ്ടെത്തിയാൽ ഇവർ ജയിക്കുകയും ഒളിച്ചവൻ തോക്കുകയും ഒക്കെ ചെയ്യുന്ന പഴയ സാറ്റ് കളി. അങ്ങനെ ഊഴം മാറി മാറി വന്നതിനനുസരിച്ച് ഒളിക്കേണ്ട ഒരു അവസരം ഗുരുവിന് വന്നു. കുറച്ച് വൈക്കോൽ ഇങ്ങനെ കൂന കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കടന്ന് ഇരിക്കുവാനായിട്ട് ഗുരു പരിശ്രമിച്ചു. അത്ര എളുപ്പത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിൽ നിന്നറിയാം. കുഞ്ഞുങ്ങളൊക്കെ പരിസരം മുഴുവൻ അന്വേഷിച്ച് നടന്നു. ഗുരുവിനെ കിട്ടിയില്ല. നേരം വൈകിയത് കൊണ്ടോ വീടുകളിൽ നിന്ന് വിളി വന്നതുകൊണ്ടോ എന്തോ കുഞ്ഞുങ്ങളൊക്കെ ഒരു സമയമായപ്പോൾ കളി നിർത്തി മടങ്ങിപ്പോയി. തങ്ങൾ കളി അവസാനിപ്പിച്ചിട്ടില്ല എന്നും ഒളിച്ചിരിക്കുന്ന ഗുരുവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ സമയമായതുകൊണ്ട് കളി അവസാനിപ്പിച്ച് എന്ന് എല്ലാവരും ഗുരുവിനെ അറിയിച്ചിട്ടില്ല എന്നും ഓർക്കാതെ എല്ലാവരുടെയും വീട്ടിലേക്ക് മടങ്ങിപ്പോയെന്നും ആ രാവ് മുഴുവൻ ആ കച്ചിത്തുറുവിനകത്ത് ഗുരു ഒളിഞ്ഞിരുന്നെന്നും പുലർച്ചെ ആരോ ആശ്രമത്തിലെ ആളുകൾ നോക്കിയപ്പോൾ എന്താ ഇതിനകത്ത് ഇങ്ങനെ ഈ മഞ്ഞുകൊണ്ട് തണുത്തിരിക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, മിണ്ടരുത്, കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞൊരു നിഷ്കളങ്കതയുണ്ട്. നമ്മളതിനെ വേറെ പൊട്ടത്തരമെന്ന് വേണേൽ പറയുമായിരിക്കും. യേശു തൻ്റെ ജീവിതത്തിൽ ശിഷ്യരെ ഓർമ്മപ്പെടുത്തുകയും വിശ്വാസികളുടെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് അത്തരമൊരു ആദ്യ നിർമ്മലത എല്ലാ മനുഷ്യർക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനെപ്പോഴോ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ്. അതിൽ നിന്ന് വീണ്ടെടുക്കാനാവുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശിശുവിനെ പോലെ ആകുവാനായിട്ട് യേശു തമ്പുരാന് ഓർമ്മപ്പെടുത്തി ഒരുവനെ സ്വർഗരാജ്യത്തിന് അവകാശിയായി പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ യേശു തുടർന്നു വരുന്ന വേദഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നത്
പ്രലോഭനങ്ങൾ ഈ ചെറിയവരിലുണ്ടാക്കുന്നവന് കഷ്ടമെന്നാണ്. പ്രലോഭനമൊക്കെ നല്ലതാണ്, പക്ഷേ പ്രലോഭനത്തിന് കാരണമാകുന്നവനെ വലിയൊരു കല്ല് ദേഹത്ത് വെച്ച് കെട്ടി അവനെ കടലിൽ താത്തിക്കളയുന്നതാണ് അവന് ഉചിതമെന്ന് പോലും ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഭാവികമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിനകത്ത് പ്രലോഭനങ്ങൾ. അത് വരികയും നമ്മളെ മറച്ചിടുകയും ചെയ്യും. വീഴാതെ നിവർന്നു നിൽക്കുവാനായിട്ട് ഒരു ജാഗ്രതയും പ്രാർത്ഥനയും അവബോധവും എപ്പോഴും നമ്മൾ സൂക്ഷിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. വേഗത്തിൽ എണീക്കുവാനായിട്ടുള്ള ഒരു വ്യഗ്രത കാണിച്ചേ മതിയാവും. കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്കത് പഠിക്കാൻ പറ്റും. വീഴ്ചകളെ ഒരു വേഗം മറികടക്കുന്ന വിധം കുഞ്ഞുങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഒപ്പം ആരെയും പ്രലോഭനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകരുതെന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഗുരുവചനത്തിനകത്ത്. ആരെയും പ്രലോഭനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാതിരിക്കുക. 2014 നോബൽ സമ്മാനം എഴുത്തിന് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഫ്രാൻസിലെ എഴുത്തുകാരനുണ്ട് പാട്രിക് മോദിയാനോ. പാട്രിക് മോദിയാനോയുടെ ഏറ്റവും നല്ലൊരു പുസ്തകത്തിൻ്റെ മലയാളം ടൈറ്റിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഈ ചുറ്റുവട്ടത്ത് നിനക്ക് വഴിതെറ്റാതിരിക്കുക എന്ന ഒരു ദീർഘമായ ടൈറ്റിലാണ് ഒരു ചെറിയ നോവലിന് കൊടുത്തിരിക്കുന്നത്. ഈ ചുറ്റുവട്ടത്ത് നിനക്ക് വഴിതെറ്റാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ ചുറ്റുവട്ടത്ത് പോലും വഴിതെറ്റുവാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിൽ ജീവിപ്പാനായിട്ടും എൻ്റെ ജീവിതം കൊണ്ടോ എൻ്റെ ജീവിതത്തിലെ ചലനങ്ങൾ കൊണ്ടോ മറ്റാർക്കും തന്നെ ഒരു വിധത്തിലും വഴി തെറ്റാതിരിക്കാനായിട്ട് ഒരു ശ്രദ്ധ പുലർത്തുവാനുമൊക്കെ ആയിട്ട് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കയ്യോ കാലോ ഒക്കെ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ നീ അത് വെട്ടിക്കളയുക. കയ്യും കാലുമായിട്ട് അഗ്നി നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ കയ്യോ കാലോ ഇല്ലാത്ത ഒരുവനായിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതല്ലയോ എത്രയോ വലുത്. കണ്ണാണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ നീ കണ്ണ് ചുഴിഞ്ഞു കളയുക. കണ്ണോടുകൂടി അഗ്നി നരകത്തിൽ അകപ്പെടുന്നതിനേക്കാൾ കണ്ണില്ലാത്ത ഒരുവനായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ലേ എത്രയോ നല്ലത്, മികച്ചതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും യേശു ശിഷ്യരെ സംബന്ധിച്ച് ഒരു പുതിയ പാഠമായിരുന്നു ഇത്. എന്തെന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അവർ വലിയവൻ ആരാണെന്ന് അന്വേഷിക്കുകയും തങ്ങളിൽ വലിയവനാകാനായിട്ട് അമിതമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ യേശു തമ്പുരാൻ തൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അവസാന കാലത്ത് സംഭവിക്കാനിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ പോലും ശിഷ്യർക്കിടയിലെ ആ കുഞ്ഞു തർക്കം, വലിയ തർക്കം എന്തായിരുന്നു? തങ്ങളിൽ ആരാണ് വലിയവൻ? ഗുരു കടന്നു പോകുന്നു. ഗുരു തന്നെ അത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഗുരുവിൻ്റെ അഭാവത്തിൽ ആരാവും ഗുരു, ആരാവും നേതാവ്? അപ്പോൾ നയിക്കുവാൻ മാത്രം അങ്ങനെ കുറേ ആളുകളുണ്ട് എക്കാലത്തും എല്ലാ കൂട്ടങ്ങൾക്കകത്തും. എല്ലാവരും നേതാക്കന്മാരാകുന്നൊരു കാലത്ത് അനുയായികൾ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. എല്ലാവരും നേതാക്കന്മാരാകാനായിട്ട് വ്യഗ്രത കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശു തമ്പുരാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളോട് രണ്ട് വിധത്തിലെ മനോഭാവം ആകാം, രണ്ട് വിധത്തിൽ പ്രതികരിക്കാം. ഒന്ന്, തന്നെത്താൻ ഉയർത്തുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അവനവനെ തന്നെ ആയിരിക്കും. അവനവനെ തന്നെ ഇങ്ങനെ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. യേശു തന്നെ പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്ന മനുഷ്യരുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ശേഷം കുറച്ച് മാറി നിൽക്കുന്ന ദാസന്മാരെക്കുറിച്ചും യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ യജമാനൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, അർപ്പണഭാവത്തോടെ നിർവഹിച്ചതിന് ശേഷം കടമ നിർവഹിച്ചതേ ഉള്ളൂ, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത ദാസന്മാരെന്ന് വിചാരിച്ച് സ്വയം പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തകിടം മറയലിന് ഈ ലോക ജീവിതത്തിൽ സാധ്യതയുണ്ട്. അത്തരം ഒന്ന് സംഭവിക്കുമെന്ന് യേശു ഓർമ്മപ്പെടുത്തുക. എങ്ങനെയെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവർക്കൊക്കെ ഒരു താഴ്ചയുണ്ടാവും, ഒരു വീഴ്ചയുടെ അനുഭവം ഉണ്ടാവും. സ്വാഭാവികമായ ഒരു പരിണതിയാണത്. അതുപോലെ തന്നെ വിനയത്തോടെ സ്വയം താഴ്ത്തുന്നവർക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉയർച്ചയുടെ അനുഭവം ഉണ്ടാവും. യേശു തമ്പുരാൻ്റെ ആ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലത്ത് പീഡാനുഭവ വാരത്തിനകത്ത് തിരുവത്താഴത്തിന് മുമ്പായിട്ട് കാല് കഴുകുന്ന ശുശ്രൂഷ പോലും സ്വാഭാവികമായി ചിന്തിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും എളിമയുടെ, വിനയത്തിൻ്റെ, ശുശ്രൂഷ മനോഭാവത്തിൻ്റെ ഒക്കെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ യേശു കൃത്യമായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഴകും ഭംഗിയും സൗന്ദര്യമൊക്കെ.
അത് ആ ഒപ്പം നിന്ന ശിഷ്യന്മാർക്കും ആ ശിഷ്യന്മാരിലൂടെ ക്രൈസ്തവ സമൂഹത്തിനും ഇന്നും കിട്ടേണ്ടതും അവർ പിന്തുടരേണ്ടതുമായ ഒരു കാര്യമാണ്. ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ഞാൻ ശുശ്രൂഷ ചെയ്യുവാനാണ് വന്നതെന്ന് യേശു തമ്പുരാൻ പല ആവർത്തി പല സന്ദർഭങ്ങളിൽ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. എന്തുകൊണ്ടത് നമുക്ക് സാധിച്ചുകൂടാ? യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് ഒന്ന് മാറി ചിന്തിക്കുവാനായിട്ട്, പൂർണ്ണമായിട്ട് യേശു ആകാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഒരു അംശമായിട്ട് എങ്കിലും യേശുവിൻ്റെ മനോഭാവം വന്ന് നിറയുമേലേ. അതിനുവേണ്ടി ആ ആൾക്കൂട്ടത്തിനകത്ത്, ഏത് കൂട്ടത്തിനകത്തും എപ്പോഴും ഒന്നാമനാകാനായിട്ട് പരിശ്രമിക്കുന്നവരൊക്കെ ആ ഒരു ശുശ്രൂഷകനാകാനായിട്ട് ഏൽപ്പിച്ച കർത്തവ്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിവർത്തിക്കുവാനായിട്ട് ഒന്ന് പരിശ്രമിച്ചു തുടങ്ങിയാൽ എന്തൊരു ഭംഗിയായിരിക്കും ആ കാര്യങ്ങൾക്ക്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 യേശുവിനെ കുറിച്ച് ഇങ്ങനെ വചനമുണ്ട്: അവൻ എല്ലാ കാര്യങ്ങളും നന്നായി നിർവഹിക്കുന്നു. യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ഊമർക്ക് അവൻ ശബ്ദം കൊടുക്കുന്നു, ബധിരർക്ക് കേൾവി കൊടുക്കുന്നു, ആ കുരുടർക്ക് അവൻ കാഴ്ച കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നിടത്താണ് അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. നമുക്ക് ആരെക്കുറിച്ചാണ് ഇങ്ങനെയൊന്ന് കണ്ടെത്താൻ പറ്റുക? നമ്മളെ തൽക്കാലം ഒന്ന് വിട്ടിട്ടാ ചോദിക്കുക. അവനവനെ വിട്ടിട്ട് എപ്പോഴും നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് നമ്മളെക്കുറിച്ചാണ് ഒന്നും കണ്ടെത്താൻ പറ്റാത്തത്. ഒന്നും നമ്മളെക്കുറിച്ചാണ് ഒരു വിലയിരുത്തൽ നടത്താനും തടസ്സങ്ങൾ. പക്ഷെ മറ്റുള്ളവരെക്കുറിച്ച് എളുപ്പത്തിൽ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം മറ്റുള്ളവരെ തന്നെ എടുക്കാം. എല്ലാം നന്നായിട്ട് നിർവഹിക്കുന്നു എന്ന് നമുക്ക് ആരെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റും. നമ്മുടെ ഈ ഒരു പ്രവർത്തന പരിചയ മേഖലകൾക്കകത്ത് എന്തുമാത്രം മനുഷ്യരുണ്ട്. ഓരോരുത്തരെ വെറുതെ ഓർത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് 7-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്ന ഈ വചനം എത്ര ആളുകൾക്ക് ഉചിതമാവുന്നുണ്ട്, യോജിക്കുന്നുണ്ട്. കുറച്ച് പേരെയൊക്കെ കിട്ടിയെന്ന് വരും. ഒരുപക്ഷെ നമ്മളിങ്ങനെ പൊതുവേ ദോഷദീർഘകളായതുകൊണ്ട്, കുറ്റങ്ങൾ മാത്രം കണ്ടെത്താനായിട്ട് മാത്രം പരിശീലിച്ചവർ പ്രാഗൽഭ്യം നേടിയവരായതുകൊണ്ട് ഒരുപക്ഷെ ആരും തന്നെ അങ്ങനെ കണ്ടെത്താൻ പറ്റില്ലെന്ന് വരും. നിരാശപ്പെടേണ്ട. പിന്നെ ഒടുവിലത്തെ ഭാഗം നമ്മളിലേക്ക് തിരികാന്നുള്ള ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഒരുവിധമൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അതും അറിയില്ല. അപ്പോൾ ഓർത്തു നോക്കിക്കേ, വലിയവൻ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് നമ്മളെപ്പോഴും. അരുൺ ഷൂരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു അമ്മ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തൻ്റെ വൈകല്യം ബാധിച്ച ഒരു മകനുമായി ബന്ധപ്പെട്ട കുറേയധികം വിചാരങ്ങൾ. അരുൺ ഷൂരിയുടെ പുസ്തകം നല്ലൊരു വായനയാണ്. വെറുതെ ഓർത്ത് നോക്കുക, വൈകല്യമുള്ള എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളോടുകൂടി ജനിക്കുകയോ അത്തരം വൈകല്യങ്ങൾക്കൊപ്പം ജീവിക്കേണ്ടിയും വരുന്ന മനുഷ്യരെ വെറുതെ ഓർത്ത് നോക്കിയാൽ, ദൈവം നമുക്ക് ഓരോരുത്തർക്ക് തന്നിരിക്കുന്ന സാധ്യതകളെ ഏതൊക്കെ വിധത്തിൽ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട് ഒരു നിശ്ചയമില്ല. ഇപ്പോഴും നമ്മളൊരു കുഞ്ഞു വീടിനകത്ത് എന്തൊരു തർക്കത്തിലും വാദത്തിലും കലഹത്തിലുമാണ്. മുഴുവൻ തർക്കങ്ങളുടെയും വാദങ്ങളുടെയും കലഹങ്ങളുടെയും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ആ പഴയ ചോദ്യം തന്നെ, ആരാണ് വലിയവന്? ആരാണ്? അപ്പോൾ വലിയവൻ ആരാണെന്നുള്ള ഒരു അന്വേഷണത്തിനൊടുവിൽ നമ്മൾ ഏറ്റവും ചെറിയവരായി മാറുന്നുണ്ട്, ഒന്നിനും കൊള്ളാത്തവരായി മാറുന്നുണ്ട്. പാവം ആദത്തെ പോലെ. ആദത്തിന് എന്താ സംഭവിച്ചത്? ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്നുള്ള ഒരു പ്രലോഭനത്തിൽ ആദം പെട്ടുപോയി. ദൈവത്തെ പോലെ ആകുമോ എന്ന് വെച്ചാൽ വലിയവനാകുമോ എന്നുള്ളൊരു സാധ്യതയല്ലേ. അങ്ങനെ വലിയവനാകാനായിട്ടാണ് ആ പാവം ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഹവ്വ പഴം കൊടുത്തതും തിന്നതുമൊക്കെ നമ്മൾ ഒരുപാട് തവണ വായിക്കുകയും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്ത ഭാവമാണ്. എന്നിട്ട് പിന്നെ ആദത്തിന് എന്ത് സംഭവിച്ചു? ദൈവമായില്ലെന്ന് മാത്രമല്ല, പാവം ആദം ഒരു മനുഷ്യൻ പോലും ആകാതെ പോയില്ലേ, ഒരു ഭേദപ്പെട്ട മനുഷ്യൻ പോലും ആകാതെ പോയി. അപ്പോൾ നമ്മുടെ ഇത്തരം ശ്രമങ്ങളൊക്കെ നമ്മളെ ശരിക്കും പരിഹാസ്യരാക്കുന്നുണ്ടെന്നുള്ളതെങ്കിൽ നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ. അപ്പോൾ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ചെറിയവരാകാനായിട്ടും ശുശ്രൂഷകനാകാനായിട്ടും ഒരു ശ്രമം ഉണ്ടാവണം. അതിന് നമ്മൾക്ക് ഈ ഒരു ദൈവ അവബോധത്തിലേക്ക് എത്തിയേ മതിയാവും. ഇത്തരം അവബോധത്തിലേക്ക് എത്തണ്ടേ. ശരിക്കും പറഞ്ഞാൽ ആത്മീയ മേഖലകളിൽ, യേശുവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നില്ല, നല്ല നാണയമാണെന്ന്. സത്യമായിട്ട് ആ ഒരു ശിശുക്കളെ പോലെ ആകാനായിട്ട് യേശു ഓർമ്മപ്പെടുത്തി ഒരു നിഷ്കളങ്കതയും നിർമ്മലതയും വീണ്ടെടുക്കുക ഇല്ല. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു നല്ല നാണയം എന്നതിനേക്കാൾ അപ്പുറത്ത് കള്ള നാണയങ്ങളാവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അവനവനിലെ ആ നന്മയുടെ അംശം എന്തുമാത്രം
ഇപ്പോൾ അവശേഷിച്ചിട്ടുണ്ട്, ശോഷിച്ച് ഇല്ലാതായിട്ടുണ്ട്, മുഴുവൻ തീർന്നിട്ടുണ്ടാവും. അതിനെ ഒന്ന് ഓർത്ത് വ്യാകുലപ്പെടുവാനും ആ കള്ള അംശങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കി നന്മയുടെ അംശത്തെ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കുവാനുമായിട്ട് നന്മയാകുന്ന പുളിമാവ് കൊണ്ട് മാവിനെ മുഴുവനൊന്ന് പുളിപ്പിച്ച് മികച്ച പാകപ്പെടുത്തിയെടുക്കുവാനായിട്ട് പരിശ്രമം ആവശ്യമല്ലേ. ഈ അടുത്ത കാലത്ത് കൽപ്പറ്റ നാരായണ മാഷിൻ്റെ ഒരു കവിതയ്ക്കകത്ത് കള്ളനോട്ട് എങ്ങനെ വേഗം കണ്ടെത്താൻ പറ്റുമെന്നൊരു കവിതയ്ക്കകത്തെ ഒരു ഭാഗമാണ്. പൊതുവെ ഈ നോട്ടുകൾ നമ്മളെ വഞ്ചിക്കുന്ന ഒരു കാലത്ത് അത് പല താല്പര്യത്തോടെ വായിച്ചു. കള്ളനോട്ട് കണ്ടെത്താനായിട്ട് വലിയ മെഷീൻ്റെ സഹായമൊന്നും വേണ്ടെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. പിന്നെ ഒറ്റ കാര്യമുള്ളെന്ന് അദ്ദേഹം പറഞ്ഞു, കള്ളനോട്ടാണോ നല്ല നോട്ടാണോ എന്നറിയാനായിട്ട് അതിലെ ഗാന്ധിജിയുടെ ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കൊള്ളാമല്ലോ. ഗാന്ധിജിയുടെ ചിരി ഇത്തിരി കൂടുതലാണെങ്കിൽ അത് തീർച്ചയായിട്ടും കള്ളനോട്ടാണ് അത്രേ. അപ്പോൾ ഓർക്കണം, കള്ളനോട്ടും നല്ല നോട്ടും തിരിച്ചറിയാനായിട്ടുള്ള ഒരു മാർഗം ആ കള്ളനോട്ടിലെ ഗാന്ധിജിയുടെ ചിരി ഇത്തിരി കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ മേഖലകളിലും എനിക്ക് തോന്നുന്നു ഈ കള്ള നാണയങ്ങളെയും നല്ല നാണയങ്ങളെയും വേർതിരിച്ചെടുക്കാനായിട്ട് ഒരു ആത്മപരിശോധനയൊക്കെ ആവശ്യമാണ്. കൃത്യമായിട്ട് നിരീക്ഷിക്കുക, എല്ലാവരെയും വിലയിരുത്തുക, എല്ലാവരെക്കുറിച്ചും ഒരു കൺക്ലൂഷനിലെത്തുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കണ്ണാടിയുടെ മുമ്പിലേക്ക് മാറി നിൽക്കുവാനായിട്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത് യേശു ഓർമ്മപ്പെടുത്തുന്നു. ആ വെളിച്ചത്തിലേക്കൊന്ന് മാറി നിന്നാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യും, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ കാലം വരെയുള്ള എൻ്റെ മുഴുവൻ പരിശ്രമങ്ങൾ, എൻ്റെ മുഴുവൻ ശ്രമങ്ങൾ, അധ്വാനങ്ങളൊക്കെ സത്യം പറഞ്ഞ വലിയവനാകാനായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. എല്ലാവർക്കും മീതെ വലിയവനാകാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്തൊരു വ്യഗ്രതയായിരുന്നു. ആരെങ്കിലുമൊക്കെ അവരുടെ സ്വാഭാവിക സാമർഥ്യം കൊണ്ടും വൈഭവം കൊണ്ടും ഒക്കെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പിടിച്ച് പുറകോട്ട് വലിക്കുവാനായിട്ട്, ഒരു വിധത്തിലും വളരാനാവാത്ത വിധത്തിലാക്കാനായിട്ട് എന്തൊരു ശ്രമം നടത്തിയിട്ടുണ്ട്, നേരിട്ടോ അല്ലാതെയൊക്കെ. അപ്പോൾ യേശു അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത്, സ്വർഗത്തിലെ വലിയവരെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭൂമിയിലെ വലിയവരാകാനായിട്ടുള്ള വലിയ വ്യഗ്രതയുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ എടുത്ത് കാണിച്ച് എക്കാലവും ആ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുവാനായിട്ടൊന്നുമല്ല. യേശു ഒരിക്കലും ഒരു ശിശു ആയിരുന്നില്ലല്ലോ. 33 വയസ്സ് വരെ വളർന്ന ഒരു മനുഷ്യനായിരുന്നു യേശു. അതുകൊണ്ട് ശാരീരികമായൊരു ശിശു എന്നതിനേക്കാൾ അപ്പുറത്ത് ആ ശിശുവിന് കൃത്യമായി സ്വന്തമായിട്ടുള്ള കുറേ നിർമ്മലതകളുണ്ട്. അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയതാണ്. പതിയെ നമുക്ക് തിരിഞ്ഞെടുക്കാനും തിരിഞ്ഞു പിടിക്കാനും പറ്റും. അത്തരമൊരു മടങ്ങിപ്പോക്ക് സ്പിരിച്വാലിറ്റിയുടെ ഉള്ളിൽ, ആത്മീയ ജീവിതത്തിനുള്ളിൽ ആവശ്യമാണ്. അതിനുവേണ്ടി യേശു തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ദുഷ്പ്രേരണയ്ക്ക് വിധേയപ്പെടാതെ ജീവിപ്പാനായിട്ട് ജാഗ്രത പുലർത്തുക. ഒപ്പം ഭൂമിയിലെ ആർക്കും നമ്മൾ മൂലം ദുഷ്പ്രേരണയോ പ്രചോദനമോ ആകാതിരിക്കാനായിട്ട് ആവും വിധം പരിശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ സ്വർഗരാജ്യം നമ്മൾക്കിടയിൽ രൂപപ്പെടും. ആ സ്വർഗരാജ്യത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ, നമ്മൾ ഓരോരുത്തരെയും പ്രകാശത്തിൻ്റെ വഴിയിലൂടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. Money